തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി കണ്ടാലോ? ഇത് നമുക്ക് ഒരു മാസം വരെയൊക്കെ കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമേ. നമ്മളിതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊരു കളറുകളും ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ 1/2 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ജ്യൂസ് മുന്തിരിയാണേ. നമ്മൾ സാധാരണ ജ്യൂസൊക്കെ അടിക്കാൻ എടുക്കുന്ന കുരുവുള്ള ടൈപ്പ് മുന്തിരിയില്ലേ, ആ മുന്തിരി എടുത്തിരിക്കുന്നത് 1/2 കിലോ അളവിൽ. മുന്തിരി ഇങ്ങനെ നമുക്ക് അടർത്തിയെടുക്കാവേ. മൊത്തം ഇതുപോലെ അതിൻ്റെ അകത്തെ തണ്ട് കളഞ്ഞിട്ട് അടർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ മൊത്തം അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടാണ് നമുക്ക് മുന്തിരി നമ്മുടെ കൈ കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് ഏകദേശം മുന്തിരിയുടെ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. തിളപ്പിച്ചിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയേ. ചൂടാക്കുന്ന വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്കൊരു ബൗളിനകത്തോട്ട് തണുത്ത വെള്ളം എടുത്തിട്ട് മുന്തിരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലെ അഴുക്കുകളൊക്കെ ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഒരുപാട് വിഷമൊക്കെ തളിച്ച് വരുന്ന മുന്തിരി നമുക്കറിയാം. അതിലെ വിഷാംശം ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന വഴി പറ്റുമേ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ആ മുന്തിരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം മുന്തിരി നികക്കെയുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 കപ്പ് പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാര എടുക്കുന്നത്. 2.5 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസിൽ വെച്ചതിന് ശേഷം കുറേ നേരത്തേക്ക് കൈയെടുക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പഞ്ചസാര നമ്മുടെ പാത്രത്തിൻ്റെ ചോട്ടെ പിടിച്ചു പോവുകയെ. പഞ്ചസാര അലുക്കുന്നത് വരെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര എല്ലാം അടിയിൽ ഇങ്ങനെ അലിഞ്ഞ് കിടക്കുകയാണ്. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, പഞ്ചസാര അലുത്തിട്ടില്ല ഇവിടെ. പഞ്ചസാര അലുക്കുന്നേ ഉള്ളൂ. അലുക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം നമ്മൾ അലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ തിള വന്നിട്ടുണ്ട്. വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ തിള വന്ന് മുന്തിരി ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. മുന്തിരി വെന്ത് കഴിയുമ്പം തോലും മുന്തിരിയായിട്ട് രണ്ടായിട്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുക. നല്ലപോലെ തിള വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പതിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുരുവും അതായത് മുന്തിരിയുടെ അകത്തെ പൾപ്പും തൊലിയും തമ്മിൽ വേർതിരിഞ്ഞ് കിട്ടണേ. ഇതിപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ വേർതിരിഞ്ഞിട്ടുണ്ട്. അകത്തെ ഫ്ലഷും സ്കിന്നും തമ്മിൽ വേർതിരിഞ്ഞു. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വിടവ് കൂടി അരിപ്പ എടുക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് അരിക്കാൻ എളുപ്പം അതായിരിക്കും. ഞാനിവിടെ അത്യാവശ്യം തുള ഇച്ചിരി, അതായത് അതിൻ്റെ ഹോൾ ഇച്ചിരി വലിയ ടൈപ്പുള്ള അരിപ്പ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാം. അതിനകത്തെ ഫ്ലഷും ജ്യൂസും എല്ലാം അതിനകത്തോട്ട് വീഴുന്നത് പോലെ നമുക്ക് അമർത്തി കൊടുക്കാം. ഈ അരിപ്പയുടെ അടിഭാഗത്തായിട്ട് കുറച്ച് ഫ്ലഷ് ഇങ്ങനെ ഇരിക്കെ അത് നമ്മൾ സ്പൂണ് വെച്ചിങ്ങനെ ഇളക്കിയും കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാവേ. ഞെക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അടിയിൽ ഫ്ലഷ് കണ്ട, അടിയിൽ ഇതുപോലെ ഫ്ലഷ് ഇരിക്കെ അത് നമ്മൾ ജ്യൂസ് അതിൻ്റെ ആ തൊലിക്കകത്തെ ആ ഫ്ലഷ്
അത് നമ്മൾ ജ്യൂസിനകത്തോട്ട് അരിപ്പേന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പം നമുക്ക് മുന്തിരി ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലപോലെ പതഞ്ഞ് അല്ലെങ്കിൽ കുരുവൊക്കെ അരഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചുറ്റും വെച്ചിരിക്കുന്ന മുന്തിരിയൊക്കെ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് കട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം മിക്സ് ചെയ്യാം, സോഡ വേണമെങ്കിൽ സോഡ മിക്സ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ സോഡയാണ് ഇപ്പോൾ മിക്സ് ചെയ്ത് കാണിക്കുന്നത്. വെള്ളം ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം, അത് നമ്മുടെ മുന്തിരി ജ്യൂസായിട്ടിരിക്കും. ഞാനിവിടെ സോഡ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിലേക്ക് ഇനി സോഡ ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ യാതൊരു കളറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിന് നല്ല കളർ കിട്ടും. ജ്യൂസ് മുന്തിരി ഉപയോഗിച്ചാലാണ് ഈ കളർ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കിത് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്ത് നോക്കാവേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.